മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി വന്യമൃഗശല്യം നേരിടുന്ന അടിമാലി, കൊന്നത്തടി, വെള്ളത്തുവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി സ്ഥാപിച്ച പരാതിപ്പെട്ടി വഴി വന്യമൃഗശല്യം സംബന്ധിച്ച പൊതുജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും ശേഖരിക്കുകയും പരിഹാരം കണ്ടെത്തുകയുമാണ് സർക്കാർ ലക്ഷ്യം. സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 30 വരെയാണ് ആദ്യഘട്ടം. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി വന്യമൃഗശല്യം നേരിടുന്ന എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിലും വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വന്യമൃഗശല്യം കൂടുതലായി നേരിടുന്ന അടിമാലി, കൊന്നത്തടി, വെള്ളത്തുവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. തീവ്രയജ്ഞ പരിപാടിയുടെ ആദ്യഘട്ടമായി പഞ്ചായത്ത് തലത്തിലാണ് ഹെൽപ്പ് ഡെസ്കുകളുടെ ഭാഗമായി പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുക. ഇതിന്റെ ഭാഗമായി അടിമാലി, കൊന്നത്തടി, വെള്ളത്തുവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുകയും ചെയ്തു. പരാതിപ്പെട്ടി വഴി വന്യമൃഗശല്യം സംബന്ധിച്ച പൊതുജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും ശേഖരിക്കുകയും പരിഹാരം കണ്ടെത്തുകയുമാണ് ലക്ഷ്യമെന്നും അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാജൻ PC പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ അതിതീവ്ര യജ്ഞം എന്ന പേരിൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. അത് എല്ലാ പഞ്ചായത്തുകളും, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമ്മളൊരു പരാതി പെട്ടി വയ്ക്കുകയും അതിൽ ജനങ്ങൾക്ക് വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതികൾ അതിൽ നിക്ഷേപിക്കുകയും അന്ന് തന്നെ വൈകുന്നേരം 5 മണിയോടുകൂടി നമ്മളത് ഓപ്പൺ ചെയ്ത് നമ്മൾ റേഞ്ച് തലത്തിൽ പരിഹരിക്കാൻ പറ്റുന്നത് അന്ന് തന്നെ തീരുമാനമെടുക്കുകയും അത് റേഞ്ച് തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്തത് നമ്മൾ ജില്ലാ തലത്തിൽ, അതായത് കളക്ടർ, ആ ജില്ലയുടെ ചാർജുള്ള മന്ത്രി, MLA അടങ്ങുന്ന കമ്മിറ്റിക്ക് വിടുകയും അതിലും പ്രശ്നം പരിഹരിക്കാത്തത് നമ്മൾ സംസ്ഥാന ഗവൺമെന്റിലേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. 45 ദിവസം കൊണ്ട് വന്യമൃഗശല്യം തുടച്ചു നീക്കി കൃഷികൾ പുനർജീവിപ്പിച്ച് പ്രകൃതി സന്തുലിതാവസ്ഥ നിലനിർത്തുകയാണ് തീവ്രയജ്ഞ പരിപാടിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടമായി പഞ്ചായത്ത് തലത്തിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. പരിഹാരം കാണാത്തവ രണ്ടാം ഘട്ടമായ ജില്ലാതലത്തിൽ പരിഗണിക്കും. രണ്ടാം ഘട്ടം ഒക്ടോബർ 1 മുതൽ 15 വരെയാണ് നടക്കുക. പഞ്ചായത്ത് തലത്തിൽ പരിഹരിക്കപ്പെടാത്ത വന്യമൃഗശല്യ പരാതികൾ ജില്ലാതലത്തിൽ കളക്ടർ, MLA, മന്ത്രിമാരടക്കമുള്ളവർ ഇടപെടൽ നടത്തി പരിഹാര നിർദ്ദേശങ്ങൾ കൈക്കൊള്ളും. ജില്ലാതലത്തിലും പരിഹരിക്കപ്പെടാത്തവ സംസ്ഥാന തലത്തിൽ പരിഗണിക്കും. ഒക്ടോബർ 16 മുതൽ 30 വരെയാണ് തീവ്രയജ്ഞത്തിന്റെ മൂന്നാം ഘട്ടം. മൂന്നാം ഘട്ടത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരും വകുപ്പ് മേധാവികളും MLA ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ചർച്ചകളിൽ പങ്കുചേരും. പഞ്ചായത്ത് ഓഫീസുകളിലും ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിലും സെപ്റ്റംബർ 16 മുതൽ 30 വരെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വനംവകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകളിലെ പരാതിപ്പെട്ടികളിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും നിക്ഷേപിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.